ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 48 റിവ്യൂ ആണ്. നിങ്ങളിൽ പല ആളുകളും ഫാൻ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഫാൻ ഗ്രൂപ്പുകളിലെ മെസ്സേജുകൾ അതേപടി കമൻറ്റുകളായി കോപ്പി ചെയ്തൂടെ പേസ്റ്റ് ചെയ്യുന്ന പല ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങനെയാണ് ഇത് കണ്ടത്. ഞാനും ഇങ്ങനെയുള്ള ചില ഗ്രൂപ്പുകളിലൊക്കെ നുഴഞ്ഞു കയറിയിട്ട് ചില വിശകലനങ്ങളൊക്കെ അടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട്. രസമാണ്. പണ്ട് പത്രം വായിക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ചിട്ട് ഇടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പത്ര വിശകലനം. ഞാൻ എങ്ങനെ പത്രം വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശാഭിമാനി ഒരു സൈഡിൽ വയ്ക്കും, മലയാള മനോരമ ഒരു സൈഡിൽ വയ്ക്കും, എന്നിട്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. അപ്പോൾ മാത്രമേ നമുക്ക് സത്യം എന്താണ് എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അതേപോലെയാണ് ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്തും പലപ്പോഴും ചെയ്യാറുള്ളത്. ഫാൻ ഗ്രൂപ്പുകളിൽ ആളുകൾ ഏതൊക്കെ രീതിയിലാണ് ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് എന്നൊക്കെ വൈകിട്ട് വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാനൊന്ന് പോയി നോക്കും. എന്ത് രസകരമാണെന്നറിയോ വീക്ഷണങ്ങൾ. ഏതൊക്കെ രീതിയിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് അനുകൂലമായിട്ട് ഇവരോരോ കാര്യങ്ങളെ ഇങ്ങനെ വളച്ചൊടിക്കുന്നത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെയാണ് ഞാനൊക്കെ വിമർശനങ്ങൾ കേൾക്കുന്നത്. നമ്മളത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകത്തില്ല. ഷാനവാസ് ആണ് മറ്റേ ഈ പാത്രം തട്ടിമറിച്ചത് എന്ന് ഒരു കൂട്ടം ആളുകൾ. അല്ല, ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഞങ്ങൾ കണ്ടതാണ് അത് നെവിൻ തന്നെ തട്ടിമറിച്ചതാണ്. ഇത്ര വലിയ ഡീറ്റെയിലിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആരുടെയെങ്കിലുമൊക്കെ ഒരു ഫാൻ ആയിരിക്കണം. നമുക്കിപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് ഇവരിൽ ഒരാൾക്ക് കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തി നിർവൃതി അടയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കുഴപ്പമുള്ള സംഗതിയൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സമയമുണ്ട്, നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് വേറെ വലിയ തലവേദനയൊന്നുമില്ല, നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പ്രിവിലേജാണ്, നിങ്ങളുടെ സുവർണ്ണ കാലഘട്ടമാണ്. അങ്ങോട്ട് ആസ്വദിച്ചോളുക. അത് ഷാനവാസിന് കൊടുക്കണോ നിവിന് കൊടുക്കണോ സ്വന്തമായിട്ട് കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ദൈവം എന്നെ വന്ന് തെറി വിളിക്കാതിരിക്കുക. ഈ അവിടുത്തെ കമൻറ്റ് അതേപടി ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ കൂടെ എന്നിട്ട് ചുമ്മാ ഒരുമാതിരി തെറി വിളിയും. അത് ശരിയല്ല, ആ കളി എനിക്കിഷ്ടമില്ല. ഇനി ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ആ ഹൗസിലുള്ള ആളുകളൊക്കെ ശുദ്ധന്മാരാണ്. ഈ ശുദ്ധന്മാർ ദുഷ്ടന്മാരുടെ ബലം ചെയ്യും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതേപോലെ തന്നെ അൺകംഫർട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ. ഇവർ ചുമ്മാ ഇങ്ങനെ ഒരു ബോധമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പറയുകയും അത് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നീട് സ്വയം ദുഃഖിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ ഹൗസിൽ ഇങ്ങനെ കാണാറുണ്ട്. ഇന്ന് ആദിലയാണ് സോറി പറഞ്ഞത്. സോറി പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു? ആദില സോറി എത്രത്തോളം പറഞ്ഞാലും ആദില പറഞ്ഞ ആ ഒരു രീതിയോ അല്ലെങ്കിൽ ആദില അത് പറയാനായിട്ടുണ്ടായ സാഹചര്യമൊന്നും എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നല്ല. പെട്ടെന്നൊരു ദേഷ്യം വരുന്ന സമയത്ത് മറ്റേ സാധനം ഞാൻ പറയട്ടെ എന്നുള്ളൊരു മൂഡിൽ ഷാനവാസിനോട് ചോദിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് അടിച്ചിടുകയാണ് ഒരു ആരോപണം നെവിനെതിരെ. ശരിയാണ്, നെവിനെതിരെ അങ്ങനെ ഒരു ആരോപണം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നെവിനെ തകർക്കാനായിട്ട് പറ്റുന്ന ഒരു പരിപാടി ആവുന്ന ആ ഒരു സാധനത്തെ യൂസ് ചെയ്യുകയാണ് ശരിക്കും ആദില അവിടെ ചെയ്തത്. ഉള്ളത് പറഞ്ഞാൽ ഷാനവാസിനേക്കാളും ആദിലയാണ് ഈ പ്രശ്നത്തിൽ തെറ്റുകാരി എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം അതിനകത്ത് ഒത്തിരിയധികം പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത്. പക്ഷേ ഷാനവാസ് പറയുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് അതിനോട് യോജിക്കാൻ തോന്നും. പക്ഷേ അതിനോട് യോജിക്കാൻ തോന്നുന്ന സമയത്തും ഒരു ഡൗട്ട് ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ്. ഇതൊരു വലിയ പ്രശ്നമാക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിങ്ങനെ പറഞ്ഞ് അവിടെ ഒരു ചെറിയ ഇഷ്യൂ ആയിട്ട് അത് തീരേണ്ട ഒരു സംഗതിയല്ലേ? അല്ലെങ്കിൽ ഒന്ന് പേഴ്സണലായിട്ട് വിളിച്ച്, അവിടെ സ്മോക്കിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പേഴ്സണലായിട്ട് വിളിച്ച് സ്വകാര്യമായിട്ട് സംസാരിച്ച് തീർക്കേണ്ട ഒരു സംഗതിയല്ലേ? ഷാനവാസും ദേഷ്യം വന്ന സമയത്താണ് ഇത് പറയാനായിട്ട് ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് പറയുന്നത് കൊണ്ടാണ് ആളുകൾക്ക് ഇതിനോട് ചേർന്ന് നിൽക്കാനായിട്ട് തോന്നാത്തത്. ശരിക്കും നൂറയ്ക്ക് കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു ചിന്തയുണ്ട്. ആദില കാണിച്ചതൊരു അബദ്ധമാണ് എന്നുള്ളത് നൂറ ബിന്നിയോട് സമ്മതിക്കുന്നുണ്ട്. ബിന്നി അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇന്ന് നോമിനേഷൻ്റെ സമയത്താണെങ്കിലും രാവിലെ മറ്റേ നൂറയായിട്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ബിന്നി അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബിന്നി കഴിഞ്ഞ ദിവസം മറ്റേ റെനയുടെ കാര്യത്തിൽ ഇടപെട്ട ആ ഒരു രീതിയോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. മൊത്തത്തിൽ ഇവർ ശുദ്ധന്മാരാണ്, പക്ഷേ ദുഷ്ടന്മാരുടെ ബലം ചെയ്യുന്നു എന്ന് സാരം. ആദില നെവിനോട് സോറിയൊക്കെ പറയുന്നുണ്ട്. ആദില എല്ലാവരോടും സോറി പറഞ്ഞു. രാവിലെ തന്നെ നെവിനുമായിട്ട് സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നെവിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നെവിൻ കേട്ടിരിക്കുന്നുണ്ട്. കാരണം നെവിൻ അറിയാം ഈ ഒരു പ്രശ്നത്തിൻ്റെ സെൻസിറ്റീവ്നെസ് എത്രയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആദിലെങ്കിലും തന്നോട് സോറി പറഞ്ഞ് ഷാനവാസിനോടൊപ്പം നിൽക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നെവിന് വലിയൊരു ഗുണമാണ്. അതേപോലെ നെവിൻ എന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു ക്ലാരിറ്റി എന്തിലാണ്? സ്ത്രൈണതയുള്ള പുരുഷന്മാരെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് താനിവിടെ വന്നത്, അല്ലാതെ LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടല്ല ഇവിടെ വന്നത്. പക്ഷെ അവിടെ നെവിൻ, ഞാൻ മുന്നേ പലതവണ അഡ്രസ്സ് ചെയ്തിട്ടുള്ളതാണ്, നെവിൻ അത് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ഹൈഡ് ചെയ്ത് വെച്ചതാണ്. നെവിൻ്റെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സൈഡല്ലേ, അത് നേരത്തെ തന്നെ പറയേണ്ടതല്ലേ. അപ്പോൾ നെവിൻ എന്ത് കാണിച്ചു? നേരത്തെ റിയാസിനുണ്ടായ ആ ഒരു സിറ്റുവേഷൻ, റിയാസിൻ്റെ ഗെയിമിൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം നെവിൻ യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. നെവിൻ്റെ ജെൻഡർ അല്ലെങ്കിൽ സെക്ഷൽ ഓറിയൻറ്റേഷൻ ആളുകൾ ചോദിക്കുന്നുണ്ട്, അത് ഞാൻ പറയണോ
എന്നൊക്കെയുള്ള രീതിയിൽ അതിനെ ഇങ്ങനെ സമീപിച്ചു. പക്ഷെ പറയാൻ വന്ന കാര്യം ആരെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണോ വന്നത് അത് പറയണ്ടേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള പുരുഷന്മാരെ ഒന്നും അധികം അഡ്രസ്സ് ചെയ്തിട്ട് ആരും കണ്ടിട്ടില്ല. കാരണം അങ്ങനെയുള്ള പുരുഷന്മാരൊക്കെ ശരിക്കും പറഞ്ഞാൽ കുടുംബമൊക്കെ ആയിട്ട് നമ്മളെയൊക്കെ പോലെ തന്നെ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. എന്നാൽ അവരെ പലപ്പോഴും ലാൽ ജോസ് ഒരു സിനിമ ഉണ്ടാക്കി വെച്ചല്ലോ. അപ്പോൾ ആ ഒരു സിനിമയുടെ പേരിൽ ഇങ്ങനെ കളിയാക്കാറുണ്ട്. ശരിക്കും അതൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതായിരുന്നു. എന്തുകൊണ്ടോ നെവിൻ അവിടെ പരാജയപ്പെട്ടു. പക്ഷേ ഇന്ന് അത് നെവിൻ കൃത്യമായിട്ട് പറയുന്നു. ആദിലത് കൃത്യമായിട്ട് സ്ട്രെസ് ചെയ്ത് എടുത്ത് പറയുന്നുണ്ട്. അതേപോലെ ഇന്ന് എനിക്ക് വളരെ വണ്ടർഫുള്ളായിട്ട് തോന്നിയ ഒരു സംഗതിയുണ്ട്. ചലഞ്ചേഴ്സ് വന്നിട്ട് നടന്നില്ല, വലിയ കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ ആരെക്കൊണ്ട് നോക്കിയിട്ട് നടന്നില്ല. എന്നാൽ ആദില, ബിന്നി, അനു എന്നിവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരടിച്ച് എക്സ്പോസ് ചെയ്ത ഒരു രീതി രസമുണ്ടായിരുന്നു. അനു ആദിലയും കലക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ച സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആരും ശ്രദ്ധിക്കാത്ത ചില സൈഡുകൾ പതുക്കെ പുറത്തേക്കായി. നൂറ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. നൂറയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനായിട്ടുള്ള താല്പര്യമൊന്നുമില്ല. നൂറ കുറച്ചും കൂടെ ഭയങ്കര ഇന്നസെൻ്റ് ആണെന്ന് തോന്നിപ്പോവും. ഈ ഷാനവാസുമായിട്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. ഷാനവാസ് പ്രശ്നം ഉണ്ടാക്കി, കാരണം അതിൽ തന്നെ യൂസ് ചെയ്തു എന്ന് ഷാനവാസിനൊരു തോന്നലുണ്ട്. ആ ഒരു തോന്നൽ വളരെയധികം ശരിയാണ്. പക്ഷേ ഷാനവാസിക്ക തങ്ങളോട് ഇങ്ങനെ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് നൂറയ്ക്ക് ഇഷ്ടമില്ല. ലാസ്റ്റ് ഫ്രെയിമിൽ നമ്മൾ കണ്ടില്ലേ, ആ ഒരു ആങ്ങളെയും പെങ്ങളും കൂടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ വിഷമിച്ച് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത്, പിന്നീട് അവരെ ഇങ്ങനെ ഒരു ഫോക്കസ് ഷിഫ്റ്റിൽ ഇങ്ങനെ കാണിച്ചത്, അതൊക്കെ വളരെ നൈസായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള മൂഡൊക്കെ ഉണ്ട്. പിന്നീട് ഉണ്ടായിരുന്നത് ജയിൽ നോമിനേഷനാണ്. ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിട്ടുള്ള റെനയ്ക്കൊപ്പം ജയിലിലേക്ക് ഒരാൾക്കും കൂടെ പോവേണ്ടതുണ്ട്. അപ്പോൾ അനീഷ് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുകയാണ്. അനീഷിൻ്റെ ഭാഷ നമുക്കറിയാമല്ലോ. നീചയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവർ, നീച എന്നൊക്കെ ഉള്ളതാണ് മെയിനായിട്ട് എടുത്തു നിൽക്കുന്നത്. അഭിലാഷ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുകയാണ്. ഹോട്ടൽ ടാസ്ക് അടക്കമുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ആര്യൻ അനീഷിനെ നോമിനേറ്റ് ചെയ്യുകയാണ്. ആര്യൻ പറയുന്ന പോയിന്റ് കറക്റ്റാണ്. അനീഷ് വലിയ കള്ളങ്ങൾക്കൊപ്പം നിൽക്കുന്നു. ഷാനവാസ് ഫ്രണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഷാനവാസിനോടൊപ്പം ഇങ്ങനെ അനീഷ് നിൽക്കുകയാണ് എന്ന് പറയുന്നു. ശരിയാണ്, അനീഷിൻ്റെ ഒറ്റയാൻ ഗെയിമൊന്നും ഇല്ല, അതൊക്കെ കഴിഞ്ഞു. അതിപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അങ്ങനെയുള്ള ഗെയിമൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എന്തോ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയിട്ട് പുള്ളി ഇങ്ങനെ വീക്കെൻഡ് എപ്പിസോഡ് ആവട്ടെ, നീ ശരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഷാനവാസ് ശരിയാകണം, ഷാനവാസ് പറയുന്നത് ശരിയാകണം എന്നുള്ളൊരു ആഗ്രഹം, അതിയായിട്ടുള്ള ആഗ്രഹം അനീഷിനുണ്ട്. അതേപോലെ അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ തന്നെ ബാധിക്കുമെന്നുള്ള തോന്നലും അനീഷിനുണ്ട്. എന്നാൽ ഈ സ്നേഹം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ അത്രത്തോളം ഉള്ളതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കാനൊന്നും പറ്റുന്നില്ല. പെട്ടെന്ന് കയറി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. ആര്യൻ അനീഷിനെ ഇങ്ങനെ നോമിനേറ്റ് ചെയ്ത സമയത്ത് അനീഷ് അവിടെ നിന്ന് വലിയ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, വൻ അലമ്പൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആര്യൻ അവിടെ നിലത്ത് കിടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ കുറച്ചും കൂടെ പ്രൊവോക്ഡ് ആവാതെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. അക്ബറൊക്കെ ഇടപെടുന്നു. അപ്പോൾ അനു പറയുന്നു, ഞാൻ നെവിനെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇരുന്നത്, ഞാൻ ഇന്ന് ഇപ്പോൾ അനീഷിനെ നോമിനേറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്ന് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. ആദില ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. അതിനോടൊപ്പം ആദില തനിക്ക് പറ്റിയ ഒരു തെറ്റ് അവിടെ ഏറ്റു പറയുന്നുണ്ട്. ഇത് LGBTQ കമ്മ്യൂണിറ്റി റെപ്രസെൻ്റ് ചെയ്ത് വന്നതല്ല നെവിൻ, സ്ത്രൈണതയുള്ള പുരുഷന്മാരെ റെപ്രസെൻ്റ് ചെയ്ത് വന്നതാണെന്നൊക്കെ പറയുന്നു. നൂറ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. റെന ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. ബിന്നി ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ആ ഒരു ഹോട്ടൽ ടാസ്കുമായി ബന്ധപ്പെട്ടും മറ്റേ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ്. ഷാനവാസ് അതിൻ്റെ ഇടയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഷോയൊക്കെ കാണിക്കുന്നുണ്ട്. മറ്റേ ഇങ്ങനെയുള്ള സാധനങ്ങൾ, കലിപ്പ് പരിപാടികൾ, ഇതെല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പുള്ളി മൊത്തത്തിൽ ഇങ്ങനെ കിളി പോയി നടക്കുകയാണ്. പുള്ളി ഒരേ സമയത്ത് പുള്ളി പറയും, ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, എനിക്ക് കൃത്യമായിട്ടുള്ള പരാതിയുണ്ട്. എന്നാൽ അതേ വാഗോണ്ട് തന്നെ പുള്ളി പിന്നീട് മാറി നിന്നിട്ട് അതില നൂറ് എന്നിവരോടോ അല്ലെങ്കിൽ പേഴ്സണലി അത്ര കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളോടോ പറയും, എന്നെ ഒരു കയത്തിൽ കൊണ്ടേ തള്ളിയിട്ടു, ഞാനിപ്പോൾ വലിയ പ്രശ്നത്തിലാണ്. എന്നാൽ ഇങ്ങനെ പുറമേ ഭാവിക്കുകയാണ്, വലിയ പ്രശ്നത്തിലൊന്നുമല്ല, ഇത് ഷാനവാസഡാ, ഇവിടെ ഹീറോഡാ എന്നൊക്കെയുള്ള മൂഡിലാണ് പുള്ളി നടക്കുന്നത്. പുള്ളി തന്നെ BGM ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കുകയാണ്, ഒരു പ്രത്യേക മൂഡിലാണ് നടക്കുന്നത്. എനിക്കറിയില്ല ഷാനവാസിൻ്റെ ഈ കോൺഫിഡൻസ് ഗെയിമുമായി ബന്ധപ്പെട്ട് പുള്ളിയുടെ ഒരു വിലയിരുത്തലിൽ നിന്ന് വന്നതാണോ അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ടുള്ള കളിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ അവിടെ ആദിലയുടെ കുത്തിത്തിരിപ്പിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ആദിലാണ് ഈ ഒരു പ്രശ്നം വലുതാക്കിയത് എന്നൊക്കെ ബിന്നി ആ ഒരു വേദിയിൽ സംസാരിക്കുകയാണ്. ലക്ഷ്മി ഷാനവാസിനെയാണ് പറയുന്നത്. പിന്നെ അനീഷിൻ്റെ ഷാനവാസിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്നു. വളരെ മോശമായിട്ടുള്ള ചില അഗ്രഷൻസ് ഒക്കെ ഷാനവാസ് കാണിക്കുന്നതായിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്. ഷാനവാസ് ആര്യനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ടാസ്ക് നന്നായി ചെയ്ത ആളാണ് താനെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ക്യാരക്ടറിൽ നിന്നിട്ട് വിട്ടുപോയ ആൾ ആര്യനാണ് എന്ന് ഷാനവാസ് പറയുന്നു. നെവിൻ അനുമോളെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അത് കറക്റ്റ് പോയിൻ്റാണ്. അനുമോളുടെ ഒരു ഡിപ്ലോമസി, ജിസേലിനെയും ഷാനവാസിനെയും കൂടെ നിർത്തിയിട്ട് ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ച സമയത്ത് ഷാനവാസ് എന്ന് പറഞ്ഞു, ജിസേലിന് വോട്ട് ചെയ്തില്ല എന്നുള്ളതൊക്കെയാണ് നെവിൻ പറയുന്നത്. അപ്പോൾ അത് ഡിപ്ലോമസി ആണോ, പിന്നെ ഒരു സ്റ്റാൻഡ് പ്രശ്നമാണ്.
ഒരു സിറ്റുവേഷനിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ പറ്റുന്നില്ല. കാരണം ഉള്ളിലുള്ള ഹെയ്റ്റ് അല്ലെങ്കിൽ വിരോധം അത്രത്തോളം ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നു. ജിസേലിനെ അനുകൂലിക്കാൻ പറ്റത്തില്ലോ. ജിഷിൻ അക്ബറെ നോമിനേറ്റ് ചെയ്യുന്നു. കുത്തിത്തിരിപ്പാണ്, ആട്ടിൻ തോലിട്ട ചെന്നായി ആണെന്നൊക്കെ പറഞ്ഞ് അവിടെ വൻ അലമ്പും കാര്യങ്ങളൊക്കെ. അങ്ങനെ 9 വോട്ടുകളോടെ ഷാനവാസ് ജയിലിലേക്ക് പോകാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനുശേഷം നെവിൻ, ഷാനവാസ് എന്നിവരുടെ ഇഷ്യൂവിൽ ആദിലേക്ക് സംസാരിക്കുന്ന ചില കാഴ്ചകൾ നമ്മൾ കണ്ടു. അപ്പോൾ അതിലേക്ക് തെറ്റേറ്റ് പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പോയതൊന്നും അല്ല എന്ന അഭിമാനത്തോടെയൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം പിന്നീട് ആ ഒരു പോയിൻ്റൊക്കെ കുറുക്കി അങ്ങോട്ട് കൊണ്ടു. പക്ഷേ പിന്നീട് പറയുന്നുണ്ട് കയ്യിൽ നിന്ന് പോയതാണ് എന്ന്. അപ്പോൾ നെവിൻ ആരെ റെപ്രസെൻറ്റ് ചെയ്താണ് വന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് നെവിൻ്റെ കുടുംബത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് സംസാരിക്കുന്നത്. അതേപോലെ നെവിൻ പറയുകയാണ് ഞാൻ ആരെയാണ് റെപ്രസെൻറ്റ് ചെയ്ത് വന്നത്, അതേപോലെ തന്നെ കുടുംബവും കുട്ടികളുമായിട്ടൊക്കെ ജീവിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്, അവരൊന്നും LGBT കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളൊന്നുമല്ല. അപ്പോൾ അനു അങ്ങടേക്ക് വരികയാണ്. അനു പറഞ്ഞു അതിലെ പുറകെ നടന്നിങ്ങനെ ചോദിച്ചു നെവിനെ കുറിച്ചിട്ട്, നെവിൻ്റെ രീതികളെ കുറിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ തിരിച്ചു കൊടുക്കുന്നു. അനു പ്രവീണോട് പറഞ്ഞു നെവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് പാലിക്കണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അനുവും അങ്ങോട്ട് പൊട്ടി, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആദില ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം ആദില വീണ്ടും ഷാനവാസിനെ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഷാനവാസിൻ്റെ തലയിലേക്ക് മാത്രമാക്കി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആദില കളിക്കുന്ന ആ ഒരു കളിയോട് എനിക്ക് ഒട്ടും താല്പര്യം തോന്നുന്നില്ല. മറ്റേ അവരുടെ ഭാഷയെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ജിസേലിൻ്റെ ആര്യൻ്റെ ഭാഷയെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റി ഇല്ലാത്ത പരിപാടി തന്നെ. പിന്നെ പെങ്ങളൂട്ടി കാർഡ് പ്രൊവോക്ക് ചെയ്ത സമയത്താണ്, പെങ്ങളൂട്ടി കാർഡ് എന്ന് നെവിൻ പറഞ്ഞ സമയത്ത്, പ്രൊവോക്ഡ് ആയ സമയത്താണ് ഈ ആദില ഷാനവാസിനെ യൂസ് ചെയ്തത് എന്നുള്ളത് ബിന്നി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനന്ന് പറഞ്ഞാണ് എനിക്കതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഒരു പ്രശ്നം അത് പ്രൊവോക്ഡ് ആയിട്ട് ആദില ചെയ്ത ആദിലയുടെ പേഴ്സണലായിട്ടുള്ള സംഗതിയാണ്. ഇത് ആദിലും നെവിനുമായിട്ടുള്ള പ്രശ്നമാണ്. ഷാനവാസിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഇത് ആദിലും നെവിനുമായിട്ടുള്ള മെയിൻ പ്രശ്നമാണ്. ഷാനവാസിനെ മൂപ്പിച്ചതാണ്. ഷാനവാസ് ഒരു ശുദ്ധനാണ്, പക്ഷേ ദുഷ്ടൻ്റെ ബലം ചെയ്യും എന്നുള്ള ടൈപ്പിലുള്ള ശുദ്ധൻ. അതെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി അന്ന് എഴുന്നേറ്റ് വരുന്നത് കണ്ടില്ലായിരുന്നോ? ഷാനവാസ് പറയുന്നത് മനഃപൂർവ്വം ഇഷ്യൂവിൽ വലിച്ചിട്ടിട്ട് മാറി നിന്ന് കൈകൊട്ടി ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആദിലയെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് വലിച്ചിട്ടതല്ല, തന്നെ വന്നതാണ്, വലിച്ചിട്ടതൊന്നുമല്ല, പക്ഷേ ഇത്തിരി ഒന്ന് മൂപ്പിച്ച് കൊടുത്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഷാനവാസ് പറയുന്നു പരാതി ഇപ്പോഴും ഉണ്ട്, അണുവിട മാറില്ല. വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഉറക്കമില്ലാത്ത രാത്രികളാണ് ആദിലയ്ക്കും നൂറയ്ക്കും ഷാനവാസിനും. 4:30 വരെയുള്ള സംസാരമാണ് നമ്മളിപ്പോൾ എപ്പിസോഡിൽ കണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ലാലേട്ടൻ വരുമ്പോൾ ഇത് പ്രശ്നമാവുമോ, ലക്ഷ്മിയെ പോലെ നെഗറ്റീവിലേക്ക് പോകുമോ എന്നുള്ള നല്ല ടെൻഷനുണ്ട്. ഇങ്ങനെയുള്ള ഡിസ്കഷനൊക്കെ കേൾക്കുന്ന സമയത്ത് ഒന്നിൽ അവിടെ വന്ന് അഭിലാഷിനെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നെവിൻ അവിടെ വേറെ ഒരു രീതിയിൽ ഇങ്ങനെ പറയുകയാണ്, ഞാനെന്നെങ്കിൽ ഷാനവാസിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, ആരോപണം തെളിയിക്കുന്നത് വരെ ഷാനവാസ് കുറ്റക്കാരനാണ്. അത് നെവിൻ ഇപ്പോൾ കടന്നു പോകുന്ന ആ ഒരു രീതിയിലേക്ക്, വളരെ മോശമായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക്, ഇന്നസെൻറ്റ് ആൻഡിൽ പ്രൂവൻ ഗിൽറ്റി എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഷാനവാസ് ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ പ്രതിഷേധാർഹമായി പറഞ്ഞതാണ്. അപ്പോൾ അനീഷ് അപ്പോഴേ ചാടി എഴുന്നേറ്റ് ഒരു കാരണമായല്ലോ, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു കാരണമായല്ലോ. അപ്പോൾ ഷാനവാസിനോട് പറയുന്നു, മൊത്തത്തിൽ പറയുന്നു, ഇതുവരെ ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല, ഇത് ചീപ്പ് ഗെയിമാണ്, ചീപ്പസ്റ്റ് ഗെയിമാണ്, ഷാനവാസിൻ്റെ ഭാഗത്ത് ഇത്തിരി ശരിയുണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് അനീഷ് പറയുന്നു. ഇതിനുശേഷം ഷാനവാസും അനീഷും കിടക്കുകയാണ്. ഇന്നലെ കിടന്ന അതേ പൊസിഷനിൽ ഇന്നും കിടന്നിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. ശരിക്കും ഷാനവാസാണ് പെങ്ങളൂട്ടിക്കാരുടെ എടുക്കുന്നത്. ഞാൻ എൻ്റെ സ്വന്തം പെങ്ങന്മാരെ പോലെ അവരെ ഊട്ടി ഉറക്കി എന്നൊക്കെയുള്ള കഥയൊക്കെ പറഞ്ഞിട്ടാണ് അവരെനിക്കെതിരെ തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നത് അനീഷിനോട്. അപ്പോൾ അവർ കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, നാളെ എന്തോ വലിയ സിനിമ കാണാനുണ്ടോ എന്നുള്ള മൂഡിൽ, സിനിമ കാട്ടിത്തരാന്നൊക്കെ ഉള്ളതാണല്ലോ ഷാനവാസ് പറയുന്നത്. ഇതിനുശേഷം അവിടെ ഗംഭീരമായിട്ടുള്ളൊരു പ്രശ്നം നടന്നു. മേമനല്ലാതെ വാമന നമ്പൂതിരിയായിട്ടുള്ള ജിഷിന് പച്ചക്കറി ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മത്സ്യമാംസാദികൾ കുക്ക് ചെയ്യണ ആളുകളുടെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയതൊന്നും വേണ്ട പോലും. അനു അശ്ലീകരം, മത്സ്യത്തെ തൊട്ടിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ജിഷിൻ്റെ ഒരു വാദം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അനു മത്സ്യത്തിൽ സ്പർശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പച്ചക്കറി ഭക്ഷണം ഭംഗിയായിട്ട് ഉണ്ടാക്കാനായിട്ട് അറിയാവുന്ന ആളൊക്കെ തന്നെയാണ് അനു. അതേപോലെ തന്നെ ഈ മത്സ്യമാംസാദികൾ കഴിക്കുന്ന ആളുകൾ അശുദ്ധാത്മാക്കളോ അല്ലെങ്കിൽ അശ്ലീകരങ്ങളോ ഒന്നുമല്ല, അവർ കൈയൊക്കെ കഴുകാറുണ്ട്. അതേപോലെ തന്നെ ഓരോ ആളുകളുടെ ഭക്ഷണമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാത്തിനകത്തും ഈ മാംസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ. എന്താണെന്ന് പറഞ്ഞാലും ജിഷിൻ കട്ടക്കലിപ്പാണ്, ഒട്ടും അങ്ങോട്ട് അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. അല്ല, ഈ ഷാനവാസ് എന്തിനാണ് ജിഷിനെ പോയി സപ്പോർട്ട് ചെയ്തത്? ഈ പച്ചക്കറി ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ വായിൽ നിന്നാണോ ഇമാതിരി മോശമായിട്ടുള്ള ഭാഷകളൊക്കെ വരുന്നത്? പച്ചക്കറി ശുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ വായിൽ നിന്ന് അശുദ്ധമല്ലാത്ത ഒരു സാധനം പോലും വരാറില്ല. ജിഷിൻ വൻ റോങ്. എന്നിട്ട് അവർ പറയുകയാണ് ഈ പച്ചക്കറി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ നോൺ വെജ് ഉള്ള ദിവസങ്ങളിൽ സ്വന്തമായിട്ട് കുക്ക് ചെയ്തോളാം. ഓക്കെ, അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? ഇവിടെ ഈ ഉണ്ടുറങ്ങി കിടക്കാൻ വന്നതല്ലല്ലോ.
ഇതിനിടയ്ക്ക് ടാസ്ക്കൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ ആ ഒരു ടാസ്ക്കൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ ഓരോ ടീമിനെ ഈ പരിപാടികളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് മത്സ്യമാംസാദികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രോപ്പറായിട്ട് വർക്കാവും? ഈ ജിഷിൻ്റെ ഒരു പക്ഷത്തേക്ക് കുറച്ചും കൂടെ ഇറങ്ങി ലിബറലായിട്ട് നിൽക്കുന്നു ഹൗസ് മേറ്റ്സ് ബാക്കിയുള്ള ആളുകൾ എന്ന് അനീഷ് പറയുന്നു. അതുകൊണ്ട് ജിഷിനും കുറച്ചൊക്കെ ഇറങ്ങി വരണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ ജിഷിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. ഈ പച്ചക്കറി തിന്നുന്ന ടീംസിനോട് എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷെ പച്ചക്കറി തിന്നുന്ന ടീംസ് മൊത്തത്തിൽ വന്നിട്ട് ഇങ്ങനെ ഈ നമ്മളെപ്പോലെ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്ന ആളുകളെ അശ്ലീകരം എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല. നമ്മൾ അവരെ ഇങ്ങനെ വെറും പച്ചക്കറി അശ്ലീകരങ്ങൾ എന്ന് പറയാറില്ലല്ലോ. അപ്പോൾ നമ്മളെ നോക്കിയിട്ടും മത്സ്യമാംസാദി അശ്ലീകരങ്ങൾ എന്നിവർക്ക് വിളിക്കാതിരുന്നൂടെ? അതേപോലെ തന്നെ ഇവരുടെ ചില കാട്ടിക്കൂട്ടലുകളുണ്ട്. മേ ബി അവർക്ക് അങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ നോൺ വെജ് ഹോട്ടലിൽ വലിഞ്ഞു കയറിയിട്ട് ഇവിടെ പച്ചക്കറി ഒന്നും ഇല്ലേ, എന്തുവാ ഇത്, ബിരിയാണിയുടെ മണമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ വെറുപ്പിക്കലാണ്. അപ്പോൾ അത് ഒരു ശരിയല്ലാത്ത സംഗതിയാണ്. ജിഷിൻ്റെ ഒരു പരിപാടി അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ പച്ചക്കറി കഴിക്കുന്ന ആളുകളോട് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ബഹുമാനമൊക്കെ ഉണ്ട്. അപ്പോൾ പച്ചക്കറി കഴിക്കുന്ന ആളുകൾ എന്തോ നല്ലവരാണെന്ന് നോൺ വെജ് കഴിക്കുന്ന ആളുകൾക്കും തോന്നും. അതുകൊണ്ടാണ് ജിഷിനെ എല്ലാവരും കൂടെ കാലവാരി നിലത്തടിക്കാഞ്ഞത്. അപ്പോൾ ഒന്നിലൊക്കെ അവിടെ കുറച്ചും കൂടെ കാര്യമായിട്ട് എതിർക്കുന്നുണ്ട്. എന്നാലും അനു അവിടെ പറയുന്നുണ്ട് അത് ഭക്ഷണം കൊടുക്കുന്ന ആളുകളുടെ മര്യാദയാണ്. ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ശരിക്കും ഒരാളുടെ ഒരു ചോയ്സിനെ ഇഷ്ടപ്പെടും. അപ്പോൾ അയാൾക്ക് പച്ചക്കറി ഇഷ്ടമുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അവർ റെഡിയാണ്. പക്ഷെ അപ്പോൾ ആ ഒരു തവി വെച്ചിട്ടാണോ ഇതുണ്ടാക്കിയത്, ആ ഒരു ചട്ടിയിലാണോ ഇത് ഇളക്കിയത്, ഇതിൻ്റെ ചൂട് അങ്ങടേക്ക് അടിക്കില്ലേ എന്നൊക്കെയുള്ള സംസാരങ്ങൾ. ഇപ്പോൾ അക്ബറൊക്കെ പറഞ്ഞല്ലോ ആ സ്റ്റൗവിൽ വേറെ ഒന്നുമില്ല ജിഷിനെ, എന്നിട്ട് അവർ പട്ടിണി സമരം കിടക്കുകയാണ്, നിരാഹാര സമരം. ജിസയിലും അതിനോട് പങ്കുചേർന്നു. ആരും വിട്ടുപോയി, കാരണം പുള്ളിക്ക് ഭക്ഷണമൊക്കെ കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, മറ്റേ എന്തുവാ നിഴൽ ഗെയിമാണെന്നാണല്ലോ ആളുകൾ പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഹ്യൂമാനിറ്റി ഗെയിമൊക്കെയാണ് ഇവരുടെ ഈ ഒരു ഗെയിം. ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന വേർഡ് ഇവർ പറഞ്ഞ് വെറുപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഫാൻസ് ഓൺ കോൺടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നേരം ഹൗസിൻ്റെ സെക്യൂരിറ്റി ചുമതല ഏറ്റെടുക്കണമെന്ന് ആദിലോട് ചില ഫാൻസ്. മറ്റേ കുളപ്പുള്ളി ലീല ചേച്ചി ചില സിനിമകളിലൊക്കെ കാണിക്കുന്ന അതേ എക്സ്പ്രഷനോടെ ആർക്കടാ എന്നെ ഇപ്പം സെക്യൂരിറ്റി ആക്കേണ്ടത് എന്നുള്ള രീതിയിൽ ആദില. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആരുടെ വോട്ട് ചെയ്യണത്? ഇത് എവിടെ നടക്കുന്ന പരിപാടിയാണ്? എന്തൊക്കെ തരം ആഗ്രഹങ്ങളാണ് പ്രേക്ഷകർക്ക്? എന്നാണെങ്കിലും അവിടെ ഒരു വടിയൊക്കെ പിടിച്ച് ഉലാത്തുന്നുണ്ട് ആദില. നൂറയോട് ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അവരുടെ ചില പ്രണയാതുലമായിട്ടുള്ള ചില ക്രിഞ്ചൻ വർത്തമാനങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഉറക്കമില്ലാത്ത രാത്രികളാണ്. നൂറയ്ക്ക് നല്ല വിഷമമുണ്ട്. നൂറ ഒരു എന്താ പറയുന്നത്, പുള്ളിക്കാരിക്ക് വീട്ടുകാരെ മിസ് ചെയ്യും. അതേപോലെ തന്നെ പുള്ളിക്കാരിക്ക് ഇങ്ങനെ ആൾക്കാരോട് പിണങ്ങിയിരിക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല. ആളുകളെ കൺവിൻസ് ചെയ്യും. ഇപ്പോൾ പിണക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ പുറകെ നടന്ന് കൺവിൻസ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു പരിപാടിയാണ്. ഒരു പ്രത്യേക രീതിയിലല്ല സംസാരിക്കുന്നത്. ആർക്കും അവരോട് ദേഷ്യം തോന്നുന്നില്ല. അവർ ദേഷ്യപ്പെടുന്നത് കണ്ടാലും നമുക്കത്ര ഒരു ദേഷ്യം അവരോട് തോന്നില്ല. അതൊരു പ്രത്യേക രസമുള്ള ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെ ആദിലയും നൂറയൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. 4:30 വരെയൊക്കെ ഇരുന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ബോണ്ടുണ്ട്, അവർ തമ്മിലുള്ളൊരു ബോണ്ട് അത്രത്തോളം സ്ട്രോങ് ആണ്. ഏതായാലും ഈ ഒരു പ്രശ്നം അങ്ങനെ വലിയൊരു പ്രശ്നമാകാനായിട്ടുള്ള സാധ്യതയില്ല. കാരണം ഇത് തൊട്ട് കഴിഞ്ഞാൽ നാറുന്നൊരു കേസാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വിട്ട് കളയണമെന്ന് നെവിനും ഉണ്ട്, ഷാനവാസിനും ഉണ്ട്, ആദിലയ്ക്കും ഉണ്ട്, നൂറയ്ക്കും ഉണ്ട്. മറ്റേ ലക്ഷ്മിയുടെ ഇഷ്യൂ പോലെ ഒന്നുമല്ല. ഇതൊരു ഗെയിം ആക്കണ്ട എന്നിവർക്ക് തന്നെ ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് നാളെ ലാലേട്ടൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഒരു ചെറിയ പരിപാടിയൊക്കെ ചോദ്യമൊക്കെ ചോദിച്ച് അങ്ങ് ഇരുത്തി കഴിഞ്ഞാൽ ആ പ്രശ്നം അതോടെ അവസാനിച്ചു. ഇത് പ്രേക്ഷകർക്കും വലിയ താല്പര്യമൊന്നുമില്ലാത്തൊരു പ്രശ്നമാണ്. കാരണം ഇനി ജന്മത്തൊരു മനുഷ്യനോട് സ്നേഹം കൂടുതലായിട്ട് പ്രകടിപ്പിക്കത്തില്ല എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.